guys, welcome back to our channel Vrinda Arjun. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഗെയിം. അതെ, സിമ്പിൾ ഗെയിം എന്നൊക്കെ രാമുട്ടും പറയുന്നുണ്ട്. ബിക്കോസ് ഇത് രാമുന്റെ ഐഡിയയിലുള്ള ഗെയിമാണ്. ഈ ഗെയിം എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. കാരണം രാവിലെ എണീറ്റപ്പോൾ മുതൽ 3 കുപ്പി വേണം, കുറച്ച് കളർ വേണം, പിന്നെ കുറച്ച് ലിക്വിഡ് ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിതേ വന്നേക്കാണ്. എന്താണ് ഗെയിം? വളരെ സിമ്പിളായി എല്ലാ കളിയും കളിക്ക് ഇവള് തോക്കും. ഇവള് കളി കൊണ്ടിരുന്നു, ഇവള് തോക്കും. അതുകൊണ്ട് ഇത് രാമൂട്ടൻ കളി കൊണ്ടിരുന്നു, ഞാൻ ജയിക്കും. ആര് ജയിക്കും ആര് തോക്കും നോക്കാം. ഈ 3 കളർ ഉണ്ടല്ലേ? ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ഒരു കുപ്പി എടുത്ത് മുമ്പിൽ വെക്കാം. എന്റെ ഇടത് വശത്തതെ കളി കളിക്കരുത്. ഓക്കെ, ഒന്ന് വെച്ച്, സെക്കൻഡ് വെച്ച്, തേർഡ് വെച്ച്, റെഡി. ഇതിലിപ്പൊ നീ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ച അതേ കളറാണ് നീ വെച്ചിട്ടുള്ളത് എങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടും. കറക്റ്റ് ആണെങ്കിൽ ഇതാ 500 രൂപ. ഒന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ കറക്റ്റ് ആണെങ്കിൽ എനിക്ക് രണ്ടാമത് ഞാനൊരു 1000 കിട്ടും. രണ്ടാമത് 1000 അല്ല 500. എനിക്ക് കവന്ന് ധാരാളം 500. അതപ്പോ ഞാൻ രണ്ടും കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1000 മതി മതി. ആദ്യം ഇത് വെക്കട്ടെ. മൂന്നാമത്തെ ആണെങ്കിൽ പിന്നെ 500 കിട്ടും. അങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് വെച്ചാൽ എനിക്ക് 1500 രൂപ കിട്ടും. സിമ്പിൾ. അത് ഞാൻ ഇപ്പൊ തന്നെ വായിക്കും. ഇത് അടുത്ത കാലത്തൊന്നും എനിക്കാൻ പോകുന്നില്ല. നോക്കാം. ഇത് വെച്ച് ഈ കളി ജയിച്ചു കഴിഞ്ഞാല് ഇതിൽ എത്ര കിട്ടും എനിക്ക് നോക്കും. ഇത് കഴിഞ്ഞിട്ട് നീ അല്ല, അതെ, ക്യാമറാമാനോൻ എന്റെ അനിയനാണ്. അപ്പൊ അവൻ ഋതിനെ നമ്മളും കൂടി വിളിച്ചിട്ട് കളിപ്പിക്കുന്നതായിരിക്കും. അവൻ എന്റെ കൂടെ ജയിക്കുന്ന ആളുടെ കൂടെ അല്ലേ? അപ്പൊ എന്റെ കൂടെ ആയിരിക്കും. ഞാനും ജയിക്കത്തുള്ളൂ. ഞാൻ ഡയലോഗ് പറഞ്ഞില്ല. മുന്നേക്ക് ഞാൻ ഡയലോഗ് അടിച്ച കളികളൊക്കെ ഞാൻ തോറ്റിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഡയലോഗ് അടിയൊന്നുമില്ല. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം തുടങ്ങാൻ. എനിക്ക് കളിക്കാൻ ഇങ്ങനെ വെമ്പലാകുന്നു. ഫസ്റ്റത്തെ കളറൊക്കെ ആണ്. 1 2 3 വെച്ചാ വെച്ച്. ഓക്കെ, റെഡി. രണ്ടാമത്തെ കളർ വെക്കാണ്. ഓക്കെ, റെഡി. 1 2 3 ഞാൻ വെച്ച്. ഓക്കെ, മൂന്നാമത്തെ വെക്കാണ്. റെഡി. 1 2 3 3 കളർ ഞാൻ വെച്ചു. റെഡി അല്ലേ? കഴിഞ്ഞല്ലേ? മാറ്റൊന്നുമില്ലല്ലോ? മാറ്റാവോ? മാറ്റൊന്നുമില്ല. വെച്ച് റെഡി. വാ, ഞാൻ മാറ്റുന്നില്ല. റെഡി 2 3. ഇങ്ങനെ തന്നെ വന്നോല്ലേ? ഇത് പോറ്റി പോ, ഇത് തോറ്റ് പോ, ഇതും തോറ്റ് പോ. കമ്പനി കടിച്ചേ. ട്രയലൊന്നുമില്ല, തോറ്റി. ഇനി അടുത്ത ആയിരിക്കാ കാശ്. ചുടു കാശ്. വാ നീ വാ അടുത്തവൻ. ഇത് കൊറേ ഉണ്ടാക്കുമല്ലോ ഞാൻ. കളി തോറ്റിട്ട് പളിയന്മാരൊക്കെ ഇറക്കിട്ടാ കളി. ജയിക്കോ? കാണിച്ചാരാ. ഏതാ കോൺഫിഡൻസ്? എന്ത് കിട്ടും? ചേച്ചിനെ തോപ്പിച്ച പോലെ അല്ല എന്നെ. സൂക്ഷിച്ചോ. അങ്ങോട്ട് 300 വെച്ചേ. അക്കാര്യമായിട്ട് 1500 രൂപയ്ക്ക് നമ്മൾ രണ്ടാളും മന്തി കഴിക്കുന്നുണ്ട്. തുടങ്ങിക്കോ. കളർ വെക്കാം. ഫസ്റ്റത്തെ ആ കളർ വെച്ച്. ഓക്കെ, ഇങ്ങനെ ചിരിക്കണം. നമ്മൾ രണ്ടാമത്തെ കളറൊക്കെ പോയത്. രണ്ടാമത്തെ കളർ വെച്ച്. നമ്മളിതാ മൂന്നാമത്തെ കളർ വെച്ച്. ഒരു മന്തിയെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഒന്ന് മാറ്റിയാലോ? സ്വിച്ച് ചെയ്യണമെന്നുണ്ട്. അളിയാ, അത് പറ്റൂലട്ടാ. ഒരു 500 പോയോ എന്നൊരു സംശയം മനസ്സിൽ. എന്നാലും കുഴപ്പമില്ല. എന്റെ ആരുടെ 200 ഒരെണ്ണം. തൽക്കാലം പോലെ 500.
ചേച്ചിയാലും ഒരുപോലെ അതൊക്കെ അത്ര ശരിയടാ. അപ്പൊ എങ്ങനെ അത് പോയി ഇനി ഉണ്ടാ ഇനി ഭൂമിയിൽ എന്താ പറയുക യുദ്ധഭൂമിയിൽ ഇറക്കാൻ എനിക്ക് പടന്മാരുണ്ടോ? അല്ല ഒരെണ്ണം കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കി 200 കൂടി വാങ്ങിക്കാം. 5-6 പ്രാവശ്യം കളിച്ചിട്ട് അതെന്താ? അല്ല അളിയൻ 2 പ്രാവശ്യം കളിച്ചില്ല ഇപ്പൊ. ഇനി ഞാൻ വെക്കാം. അളിയൻ ഒരെണ്ണം ചെയ്യിക്കും. ഇനി ഞാൻ വെക്കാം. അളിയൻ വെക്ക്. ഞാനല്ലേ കൊണ്ടിറങ്ങിയേ. അല്ല അല്ല ഈ 500 ഞാൻ തിരിച്ചു തരാം. 500 കളി. പക്ഷെ തോറ്റേനും കൂടെ എന്നോട്ടാ. തോറ്റ് കഴിഞ്ഞാൽ 500 അങ്ങോട്ട്, ജയിച്ചു കഴിഞ്ഞാൽ 500 നീ 500 കളിക്കണം മോനെ. അല്ല തോറ്റാൻ കൂടെ തരും. അളിയൻ പേടിക്കല്ലേ? എങ്ങനെ? അല്ല തോറ്റ ഇതിപ്പോ അളിയൻ വെച്ചില്ലേ, അതുപോലെ ഞാൻ വെക്കും. അളിയൻ ജയിച്ചാൽ ഞാൻ 500 തരും. 500 പക്ഷെ അളിയൻ തോറ്റിങ്ങോട് 500. അതിപ്പോ എന്റെ 500 നഷ്ടം. അത് പറഞ്ഞിട്ട് തരൂലേ, അത് ഞാൻ കളിച്ചു വാങ്ങിച്ചാലേ. തോറ്റ് കഴിഞ്ഞാൽ 1000 തരണം. 1000 ജയിച്ചു വരും. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ 500 വെച്ചിട്ട് ഇനി ഇങ്ങോട്ടേക്ക് 1000 മേടിക്കും. എങ്ങനെ? ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു കളറിനകത്ത് പൈസ വെക്കും. ഓക്കെ, ആ കളർ തന്നെയാണ് രാമൂട്ടൻ വെക്കണമെങ്കിൽ രാമൂട്ടൻ പൈസ വെക്കാം. രാമൂട്ടന്റെ കയ്യിലുള്ള പൈസ രാമൂട്ടനും ഇവന്റെ കയ്യിലുള്ള പൈസ ഇവനും വെക്കട്ടെ ഏതെങ്കിലും ഒരു കളറില്. അപ്പൊ 500 വെച്ചാൽ മതി. വേറെ കളി. ഇതെങ്ങനെ എന്റെ 500 നഷ്ടം? അല്ല ഇപ്പൊ ഈ 500 കൂട്ടണ്ട, അത് പോയി. കളിച്ചു വാങ്ങിച്ചല്ലോ നിങ്ങൾ. ശരി, ഓക്കെ. എന്തോ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സിലായ? സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. 500 ഏതെങ്കിലും ഒരു കളർ വെക്കണം. ഓക്കെ, വെച്ചത് ഒരേ കളറാണെങ്കിൽ അവർക്ക് 500. ഓക്കെ ഡൺ. അതെങ്ങനെ ശരിയാ? എടാ മല്ലൂത്തി, ഇവർ 500 വേറെ കളറിനുള്ള വെച്ച്, ഞാൻ 500 വേറെ കളറിൽ. ഞാൻ പറഞ്ഞേ, ഞാൻ ഇപ്പൊ ഈ ചുമലയില് 500 വെച്ച്, അപ്പൊ അളിയനെ അവിടെ ചുമലയിൽ തന്നെ വെക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ ഈ കളറിൽ വെച്ച്, ഞാനിപ്പോ ഇത് മഞ്ഞയില വെക്കുന്നത് വിചാരിക്കും. അപ്പൊ 500 എനിക്ക് കിട്ടും. ആ മഞ്ഞയില എനിക്ക് 500 കിട്ടും. അപ്പൊ ഇപ്പുറത്തെ പച്ചയിൽ വെച്ച് എന്ത് അതും എനിക്ക് കിട്ടും. ഇപ്പുറത്തെ 500 വെച്ച് ഇപ്പുറം കിട്ടും. അല്ല ഇവിടുത്തെ 500 അതിന് പൈസ എടുത്തോളൂ. കളി മനസ്സിലായാ? എനിക്ക് മനസ്സിലായി. പൊന്നളിയാ, ഈ 500 ഞാൻ ഇവിടെ വെച്ചെന്ന് വിചാരിക്കും. അത് അളിയനെ അവിടെ ഗസ് ചെയ്ത് വെക്കണം. റെഡിൽ തന്നെ വെക്കാനാണ് അളിയൻ ചെയ്യേണ്ടത്. അത് വെക്കണം. അപ്പൊ ഞാനിപ്പോ ഒരു മഞ്ഞയിൽ വെച്ചു. മഞ്ഞയിൽ വെച്ച് കഴിഞ്ഞാൽ അളിയൻ കളി 500 എനിക്ക് കിട്ടും. അതെന്ത് പരിപാടി? അല്ല റെഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 500 അളിയന് കിട്ടും. അപ്പൊ പച്ചയിൽ വെച്ചാലോ? പച്ചയിൽ വെച്ചാലും തോറ്റു. അതല്ലല്ലോ, ഒറ്റ 500 വെച്ചാ മതി. അതെ, 500 വെച്ചാ മതി. ഈ 500 തന്നെ നീ ഞാനും റെഡ് വെക്കണം അല്ലേ? അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി ഏത് കളറിൽ വെച്ചാലും നിനക്ക് കിട്ടും. എനിക്ക് 2 പ്രോബിലിറ്റി നിനക്ക് 2 ഇറക്കുന്നു. അതെന്ത് പരിപാടിയാ? അതിപ്പോ അതൊരു കളിയായ അതല്ല. ഞാൻ ഒരു കാര്യം കളി കൊണ്ടുപോകാൻ ശരിക്കും പറയാം. കളി ജയിച്ചല്ല, ഇനി നീ ഒരു ചാൻസ് കൊടുക്കാൻ 200 വെച്ച് കളിക്കും. 200 വെച്ച് കളിക്കും. വളരെ സിമ്പിള്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യം നമ്മളിപ്പോ കളിച്ചില്ലേ, ആ സെയിം കളി ഞാൻ ആദ്യം നോക്കട്ടെ. ഓക്കെ, ആദ്യത്തേതാണല്ലേ? രണ്ടാമത്തെ വെച്ച് എല്ലാം വെച്ച് നോക്കാം. നമുക്ക് ഞാൻ കണ്ടില്ല. പെട്ടെന്ന് കളറ് മാറിപ്പോ ഞാൻ ഞാൻ കണ്ടില്ല. നീ അതെ, രണ്ടും ഒരേപോലെ ആയിരുന്നു. നമ്മള് ജയിച്ചില്ലേ? രണ്ടും ഒരുപോലെ അങ്ങോട്ട് പോയി. രണ്ടും ഒരുപോലെ ഞാനാ ജയിച്ചേ.
അളിയനെ തോപ്പിക്കാനൊന്നും നീ ഒന്നും മറന്നിട്ടില്ലടാ. അപ്പൊ അല്ല എന്തായാലും നിങ്ങൾക്ക് നോക്കാനായി നമ്മൾ പൈസ ഇറക്കി വന്നിട്ടുണ്ടെന്ന് പറയാം. എന്ത് പൈസ ഇറക്കി വന്നിട്ടുണ്ട്? അങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കടം മേടിച്ച് 1500 രൂപയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പറ്റും നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ടീമാണ്. അല്ലോ ആ കളി നിങ്ങൾ തോറ്റ്. നിങ്ങൾ തമ്മിൽ കളിച്ചോ? അളിയനുണ്ട് ടീം. ഞങ്ങള് പൈസ ഇട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കമ്പനി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 1500 വേണോ? മുത്തൂറ്റൊന്നും മറ്റേ ലോണെല്ലാം എടുത്തിട്ട് വന്നിട്ടത് ഞാൻ പറയാം, ഞങ്ങളിപ്പോ രാമുണ്ടെ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങളിത് വെക്കും. രാമുട്ടന് വേണമെങ്കിൽ രാമുണ്ട് ഈ പൈസ കിട്ടും. പക്ഷെ രാമുട്ടൻ തോന്ന ഈ പൈസയും രാമുട്ടന്റെ കയ്യിലുള്ള പൈസയും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള അത് പൊളിയല്ലേ? അല്ലല്ലോ. ഓക്കെ, നമുക്ക് വെച്ചാലോ? ഓക്കെ, 1 2 3. ഓക്കെ, ആയിട്ടില്ല. ഒന്നാമത്തെ വെച്ചാ വെച്ച് വേണമെങ്കിൽ നിനക്ക് മാറ്റി വെക്കാട്ടാ. നിങ്ങൾ തീരുമാനത്തിൽ പറ. റെഡി ആവാനൊന്നും പറ. എനക്ക് ആലോചിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു കാണുന്നൊന്നുമില്ല. അളിയ അത് പറ്റൂല. ഇതെന്താ അല്ലല്ല, പക്ഷെ ഞാൻ നേരത്തെ കണ്ടില്ല. ഞാൻ നേരത്തെ കണ്ടില്ല. എവിടെ അപ്പോ ഈ ഗെയിമും രാമൂട്ടൻ തോറ്റിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വൃന്ദാർജുൻ. ഓക്കെ.